ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹായ്. ഞങ്ങൾ ഇന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രിപ്പിന് പോവാണ്. ട്രിപ്പ് ഇൻ ദ സെൻസ് ഇവിടെ അടുത്ത് കുറച്ച് വെയിൽസിൽ കുറച്ച് വാട്ടർഫാൾസ് ഉണ്ട്. അപ്പോൾ അവിടെ പോവാതെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. കുറേ നാൾ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പോകുന്ന ലാസ്റ്റ് കല്യാണി നാട്ടിൽ പോയതിനു ശേഷം ഇപ്പോഴാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഇന്ന് ലോങ് വീക്കെൻഡാണ്. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മൺഡേ ലീവാണ്. സോ അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു, ഞങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യാന്ന്. കാരണം കുറേ നാളായി ഞാനും അവനും സിസ്റ്റർ മാത്രം എപ്പോഴും എവിടെയെങ്കിലും ഒക്കെ പോകും. ദിവ്യനെ കാണാനില്ല, മാനസിനെ കാണാനില്ല. അപ്പൊ അതുകൊണ്ട് സോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ട്രിപ്പിന് പോവാണ്. അപ്പൊ അതിനു വേണ്ടി ഇന്ന് രാവിലെ എഴുന്നേറ്റു, ഫുഡൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ ട്രിപ്പിന് പോകുമ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണല്ലോ പോകുന്നത്. UK-ലാണെങ്കിൽ എസ്പെഷ്യലി നമുക്ക് പുറത്തൊന്നും കഴിക്കാൻ കിട്ടത്തില്ല. ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തു. ക്യാബിലാണെന്ന് പോകുന്നത്. സോ ഞാൻ വിചാരിച്ചു രാവിലെ ഞാൻ എൻ്റെ മേക്കപ്പ് റൂട്ടീൻ കാണിക്കണം. സോ ഫസ്റ്റ് ഞാൻ എൻ്റെ ടോണർ ഇടും, എൻ്റെ മൈ അലോവേറ ജെൽ ആൻഡ് ദെൻ മൈ സ്നീൽ മ്യൂസിൻ. ഇതാണ് എൻ്റെ മോർണിംഗ് റൂട്ടീൻ. ദെൻ ഐ വിൽ ആഡ് സം ഹൈലൈറ്റ്. ആക്ച്വലി ഇത് രണ്ടും ഇടുന്നതിന് മുന്നേ ഇത് ഇടണമായിരുന്നു, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഐ വിൽ ആഡ് സം വെയർ ഇറ്റ്. ആൻഡ് ഈ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ സ്കിൻ കുറച്ച് കൊള്ളാം എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഭംഗി വൈസ് അല്ല, ലൈക്ക് ഹെൽത്ത് ഓൾസോ സ്കിൻ വൈസ്. ലൈക്ക് കുറച്ച് ടച്ച് വുഡ് വേറെ ബ്ലമിഷസോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഞാനിങ്ങനെ ആടിയോ അല്ലെങ്കിൽ പോവുകയാണ്. സോ ഇത് ഇട്ട് കഴിഞ്ഞു. ഇനി എന്ത് വേണം? ദിസ് മൈ ഒരു മോയ്സ്ചറൈസർ പോലെ. ഇടയ്ക്ക് ഷീനിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത്. ഇതൊക്കെ ആക്ച്വലി നല്ല പ്രൈസി ആണ്, ബട്ട് നമുക്ക് ഈ സാധനങ്ങൾ ഷീനിൽ കിട്ടും. കുറച്ച് സെയിൽലെസ് ടൈമിന് മതി. പക്ഷെ ഇറ്റ് വിൽ ബി ലൈക്ക് മെയ്ഡ് ഇൻ ചൈന കൈൻഡ് ഓഫ് സ്റ്റഫ്. ബട്ട് എല്ലാവരും ചൈനയിൽ നിന്നാണല്ലോ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. ആൻഡ് ഈവൻ ദ ഇറ്റ്സ് നോട്ട് ഒറിജിനൽ, ബട്ട് ദിസ് മോയ്സ്ചറൈസർ ഇസ് ബേസിക്കലി വർക്കിംഗ് ഫോർ മീ. അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഇത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സെറവ ടാബ് ഫസ്റ്റ് ടൈമാണ് മേക്കപ്പ് ഇത്രയും ലാവിഷ് ആയിട്ടുള്ള മേക്കപ്പ് കാണിക്കുന്നത്. സോ വീഡിയോ എങ്ങനെ വരുമെന്ന് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ ഫ്രണ്ട് ക്യാമില്ല, ബാക്ക് ക്യാമിലാണ് എടുക്കുന്നത്. കാരണം എൻ്റെ വീഡിയോസിന് കുറച്ച് ക്ലാരിറ്റി കുറവാണെന്ന് വിചാരിച്ചിട്ട്. സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റായിട്ട് എൻ്റെ മാക്കിൻ്റെ ഇത് മേടിച്ച മാക്കിൻ്റെ പൗഡർ ഇടും. ഫൗണ്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. ലൈക്ക് നോട്ട് ലൈക്ക് ഇന്ന് ഹൈക്കിന് പോകുന്നതുകൊണ്ട് നോർമലി ഞാൻ ഉപയോഗിക്കാറില്ല ആ പരിപാടികൾ. ഇറ്റ്സ് നോട്ട് ലൈക്ക് എനിക്ക് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയാണെന്ന്. ഇത്രയും എൻ്റെ സിസ്റ്റർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ, പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. ദിസ് ഇസ് മൈ ബ്ലഷ്. ഓൾമോസ്റ്റ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക. സ്റ്റുഡിയോ ലണ്ടനിലെയാണ്. ബിക്കോസ് ദിസ് ഇസ് ദ ചീപ്പ് ബ്രാൻഡ് ദാറ്റ് വി ഗെറ്റ് ഹിയർ. സെക്കൻഡ് പ്ലീസ്. ഓക്കെ. So this is just that. So blush it color. Then I will be wearing my lip balm. അയ്യോ, റെയിൻ സാധനം മറന്നുപോയല്ലോ. My sunscreen. What will I do? I'll apply top of this because ചോയ്സ് ഇല്ല. കാരണം ഇതിൻ്റെ നിന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല. സോ ദിസ് ഇസ് മൈ ബ്യൂട്ടി ഓഫ് ജേസോണിൻ്റെ സൺസ്ക്രീൻ ആണ്. സോ അപ്ലൈങ് ദാറ്റ്. ഓക്കെ, ഞാനൊന്നുകൂടി ഇതിൻ്റെ പുറത്ത് എൻ്റെ ബ്ലഷും എൻ്റെ പൗഡറും ഒക്കെ പോയി. പൗഡറൊക്കെ സ്കിൻ കെയർ എന്താ പറയുക, മേക്കപ്പ് ഫ്ലോപ്പ് ആയല്ലോ. ഇറ്റ്സ് ഓക്കെ. കാരണം സൺസ്ക്രീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
ബം ഓൾറെഡി ഇട്ടല്ലോ. ദിസ് ഇസ് മൈ 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ ഹൈലൈറ്റർ പാലറ്റ് ആണ്. ആൾമോസ്റ്റ് ഇതെല്ലാം ഇപ്പൊ ഞാൻ ഈ ബ്ലഷിന്റെ ഇത് ഹൈലൈറ്റർ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യാറുണ്ട്. സോ വിച്ച് വിൽ ബി ലൈക്ക് ക്യൂട്ടായിട്ട് കാണും. So yeah, now I have to apply my lipstick. ചുമ്മാ അന്നിത് അവിടെ പോകുന്നവരെയൊന്നും കാണില്ല. ഐബ്രോ ഞാനങ്ങനെ ചെയ്യാറില്ല, ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കാറേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റൊക്കെയാണ് ചെയ്യുന്നത്. ലുക്ക് ഓക്കെ ഐ ഫീൽ. ഞാൻ ഹെയർ കൂടെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ടാവുന്നു. റെഡിയായി. സോ ഞാൻ എൻ്റെ ഇട്ടിട്ടുണ്ട്. പിന്നെ ചുമ്മാ ഹൈക്കിനൊക്കെ പോകുമ്പോൾ ആ ഒരു ക്യൂട്ട് ലുക്ക് ആയപോലെ ഒരു സ്പോട്ടി ലുക്കില്ല. മേ ബി ഇവിടെ നിന്ന് ഞാൻ ബ്രൈഡ് ചെയ്യണമായിരുന്നു, ഇനി പിന്നെ കൊണ്ടുവരാനൊന്നും വയ്യ. സോ ഐ ഫീൽ മൈ മേക്കപ്പ് ഇസ് ഓക്കെ. വീട്ടിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും മേക്കപ്പ്, ക്യൂട്ടായിട്ടിരിക്കും. പിന്നെ വെളിയിൽ ഇറങ്ങുമ്പം പറ്റത്തില്ല. ബട്ട് യാ ഫോർ അവർ ഹാപ്പിനെസ് വി ഹാവ് ടു ഡു സ്റ്റഫ്. ഇതൊക്കെ പാക്ക് ചെയ്തു. സോ ലൈക്ക് this is curd rice and pickle. ഏറ്റവും എളുപ്പമുള്ള ഒരു ചോയ്സ് ആണ്. ദിസ് ഇസ് ലൈക്ക് പൊട്ടാറ്റോ, ഐ മീൻ സ്വീറ്റ് പൊട്ടാറ്റോ. മുട്ട ഇവിടെ എഗ്ഗും കൂടെ ഉണ്ട്. അതുപോലെ ദിസ് ഇസ് ലൈക്ക് ഓവർനൈറ്റ് ഓട്സ്. രാവിലെ ഉള്ളതാണ് ഇപ്പം എല്ലപ്പോഴും കഴിക്കുന്നത്. അപ്പൊ ഇന്നലെ അത് വെച്ചതുകൊണ്ട് ഇത് പാക്ക് ചെയ്തു. കാരണം ഇപ്പൊ കഴിച്ചാൽ ഒരു സുഖം ഉണ്ടാവില്ല. മുടി ശരിയായില്ല ചെയ്യണ്ടേ, അംബാനെ സൂക്ഷിക്കണ്ടേ. Perks of having a sister. മറ്റേതെന്താ perksന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ്. അത് ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുത്ത് കാണിക്കേണ്ടതാണ്. എനിക്ക് this one ബേസിക് എന്ന് പറയല്ലോ. എന്താണ് പറയുന്നത് എനിക്കറിയാം. ഞാൻ നേരെ പിന്നി വെച്ചിരുന്നതാണ്. നീയാണ് ഒരു എടുത്തത്. ഇത്തവണ അത് ശരിയായിട്ടില്ല. സി കുഴപ്പമില്ല, അവിടെ കിടക്കട്ടെ. ഇനി ആൾക്കാർ വന്ന് എന്താ കോമ്പസ് അല്ലല്ലോ, മൈക്രോട്രാക്ടർ വെച്ച് നോക്കിയാണെങ്കിലേ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ മാറി നിൽക്കും. ഞാൻ എന്റെ ഹെയർ സ്റ്റൈൽ പിന്നെയും മാറ്റി. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെയും ശരിയായില്ല എന്ന് തോന്നിയത് കൊണ്ട് ഫ്രഞ്ച് ബ്രൈഡ് പോലെ ചെയ്തു. സോ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഞങ്ങൾ താഴെ എത്തി. ഇനിയിപ്പോ ക്യാബ് വരും. പിന്നെ മാനസി ഉണ്ടെന്ന്, പിന്നെ അത് കഴിഞ്ഞ് ദിവ്യ ഉണ്ട്, പിന്നെ ഇന്ന് മീനയുണ്ട്. അവരൊക്കെ എന്റെ വ്ളോഗിൽ വരാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ യാ. സോ hopefully it is going to be a pleasant day. Let's see. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. മാനസി ചക്കര ഞാൻ ദിവ്യയും മീനയും അപ്പന്ന് വേക്കാറും. ഹാവ് ടു സീ. ദിവ്യ ബൈ. അങ്ങനെ ഞങ്ങളുടെ ഗേൾസ് ട്രിപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് പോകുന്ന വഴി ഫുൾ ട്രാഫിക് കാണായിരുന്നു. പിന്നെ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ബോത്ത് സൈഡ്സ്, പുതിയ ഫീൽഡ്സ് അങ്ങനെയൊക്കെ ആയിരുന്നു. ലൈക്ക് ഫുൾ കൺട്രി സൈഡായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ദൂരം കൺട്രി സൈഡിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഫുൾ സിഗ്സാഗ് റോഡൊക്കെ ആയിരുന്നു. ആൻഡ് വി എൻജോയ്ഡ് ദോസ് സീൻസ് ലോട്ട്. പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങളൊരു 2 hours ജേർണി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്താനായിട്ട്. ഞങ്ങൾ ഫസ്റ്റ് പോയത് പിസ്റ്റൽ റേഡാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്ടർഫാൾസിലാണ്. സോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഓൺ ദ വേ ഒക്കെ. ഹലോ. സോ ഞങ്ങള് 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഞങ്ങൾ എത്തി ഗൈസ്, എത്തി. ഇറ്റ് ലുക്സ് സോ പ്രിറ്റി ഹിയർ. വ്യൂ കണ്ടോ, നല്ല ഭംഗിയില്ലേ?
സോ എല്ലാവരും ഇവിടെ എത്തി. സോ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ്. എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി വണ്ടിയിൽ ഇരുന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഫുൾ ഭയങ്കര മോഷൻ സിക്നസ് പോലെയൊക്കെ തോന്നി. കാരണം ഫുൾ ഇങ്ങനെ ഉള്ള റോഡായിരുന്നു. ബട്ട് നോക്കാം എന്താവുമെന്ന്. ലെറ്റ്സ് സീ. മുട്ടയൊക്കെ കഴിച്ചു. എന്നിട്ടാണ് അയ്യോ വ്ലോഗ് എടുത്തത്. ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തു. ലൈക്ക് വലുതായിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ആദ്യം ഒരു കുഞ്ഞ് ട്രെയില് പോലെ, അത് കഴിഞ്ഞ് പിന്നെ ഹൈക്കിംഗ് ഉണ്ട്. ആദ്യം ട്രെയില് പോയിട്ട് ഞങ്ങളുടെ ഈ ഒരു ഇത് വെച്ചിട്ട് കൂടുതലല്ലെങ്കിൽ ഞങ്ങള് ട്രക്കിങ്ങിന് പോകുന്നതായിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു ചക്കര? കൊള്ളായിരുന്നു. ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയില്ല. ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. ഞാൻ എൻ്റെ ഒരു ചോര എങ്ങനെയുണ്ടായിരുന്നു? വാട്ടർഫോൾ പാറു. ഈ പിള്ളേരൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും പറഞ്ഞു ഇറ്റ്സ് നോട്ട് ദാറ്റ് കോൾഡ് എന്ന്. ഞാൻ ഇറങ്ങിയല്ലോ, ഇറ്റ് വാസ് ലൈക്ക് എന്റെ കാല് മൊത്തം ഫ്രീസായി. ഇനി എന്താ പറയല്ലോ, വേദനിച്ച് തുടങ്ങിയിട്ട് എനിക്ക് കൂളായിട്ട് നടക്കുമായിരുന്നു. ഇത്രയൊക്കെ ടോർച്ചർ നമ്മൾ സ്വന്തമായിട്ട് എന്തിനു കൊടുക്കുന്നു ഞാൻ ഒരു മിനിറ്റ് ആലോചിച്ചു. ബട്ട് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. യാ. സോ ഞങ്ങള് വാട്ടർഫോള് കണ്ടു അടുത്ത് നിന്നിട്ട്. ഇനി അടുത്ത് ഞങ്ങള് വലിയൊരു ട്രക്കിന് പോവാണ്. വലിയ ട്രക്കല്ല, 30 minute ട്രക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു. ബട്ട് when we go and maybe 2-3 hours ആവുമായിരിക്കാം. ബട്ട് expecting it to be good. Let's see. ഇപ്പം ദിസ് ഇസ് ബിഫോർ. ഇനി ആഫ്റ്റർ എങ്ങനെ ഇരിക്കുമെന്ന് അറിഞ്ഞൂടാ. ബിഫോർ ഫേസ് കാണിച്ചേ ഗൈസ്. ബിഫോർ ഫേസ് കാണിക്കോ? Hey Divya is so happy, Anu is so happy, Mansi is also so happy. After a trekking we will see how it is going to be. കഷ്ടപ്പ എന്ത് അല്ല മറ്റു സാധനം ആവുമായിരുന്നു, നമുക്ക് വൈറലാവായിരുന്നു. അത് ശരിയാണടി. നമ്മള് പോയ ഞങ്ങൾ 1 minute പോലും കഴിയാണ്ട് തിരിച്ചു. 1 minute അല്ല, ഒരു 10 minute കയറിയപ്പോഴത്തേക്കും ആകെ BP കുറഞ്ഞിട്ട് എനിക്കല്ല അനുവിന്. പിന്നെ പാവം എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റാത്തത് കൊണ്ടല്ല, ആ ഒരു കാരണം കൊണ്ട് തിരിച്ചിറങ്ങിയാണ്. ഇറ്റ്സ് ലൈക്ക് ഇല്ല കുഴപ്പമില്ല. ഇനി ഞങ്ങൾ മിക്കവാറും മാൻസി കുറച്ച് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. കാരണം ഇത്രയും കയറിയ സ്ഥിതിക്ക് കുറച്ച് പോയിട്ട് വരാം. യാ, അപ്പം അവൾ അതങ്ങ് മുകളിലോട്ട് പോകാം. പിന്നെ ദിവ്യയ്ക്കും കുറച്ച് എനിക്കൊന്ന് ഓൾറെഡി ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള മൗണ്ടെയിൻ ആയിട്ട് പിന്നെയും കയറുന്നത് കൊണ്ടാവണം എന്ന് തോന്നുന്നു.
എനിക്ക് വേറെ പ്രോബ്ലം ഒന്നും തോന്നിയില്ല. ബട്ട് യാ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ലൈക്ക് ഭയങ്കര ഹൈ ഡിസെന്റ് പോലെ. ഫസ്റ്റ് ടൈമാണ് ഒരു മൗണ്ടെയിനിൽ കയറിയിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം. ഹോപ്പ്ഫുള്ളി വേറെ പ്രശ്നങ്ങളൊന്നും പറ്റാണ്ട് തിരിച്ചു പോയാൽ നമുക്ക് കുറച്ച് ബെറ്റർ ആയിരിക്കും. സോ യാ ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. സോ ഗൈസ് ഞങ്ങൾ തിരിച്ചിറങ്ങി. പക്ഷേ തിരിച്ചു പോയപ്പോൾ ഒരു കുറ്റബോധം വന്നതുകൊണ്ട് ആ മെയിൻ ഫുട്പാത്ത് പോലെ എടുക്കാണ്ട് ജസ്റ്റ് നോർമൽ പാത്തിൽ കൂടെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ കയറിയ സമയത്ത് ഈ പാത്ത് കണ്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഇതുവഴി പോവുള്ളായിരുന്നുള്ളൂ. സോ യാ കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു വരാം എന്നുള്ളൊരു പ്ലാനിലാണ്. ലെറ്റ്സ് സീ. How are you guys after the hike? Yeah, it's fresh. Fresh feeling energy. We could see the tip of the waterfall. Nice. The bottom tip. Yeah, it ended before it started. പക്ഷെ കൊള്ളായിരുന്നു. ലൈക്ക് ഓൾമോസ്റ്റ് 30 minutes we spend here, right? So the nature, greenery, that is the story. ആള് കയറാൻ പറ്റിയില്ലെങ്കിലും so yeah. സോ ഞങ്ങള് കുറച്ച് നേരം ഇവിടെ നിന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ചു. പിന്നെ ഇപ്പോ താഴേക്കറി തിരിച്ചു പോകാൻ പോവാണ്. അതിന് അവിടെ ഒരു നെക്സ്റ്റ് ഒരു വാട്ടർഫാളും കൂടെ പോകാൻ പ്ലാൻ ഉണ്ട്. ഇനി ഇവരെന്താ പറയുന്നത് നോക്കിയിട്ട് യാ യാ. ഓക്കെ, ലോങ് 2 hours ഡ്രൈവ് കഴിഞ്ഞ് ഞങ്ങൾ അബേർ ഫോൾസിലെത്തി. ഇനി എത്ര ദൂരം ഉണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി നടന്നു, കാരണം ഫുൾ ട്രാഫിക് ബ്ലോക്ക്. ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സോ ഇറ്റ് ഈസ് a 4 kilometer trail and it is a 3 kilometer walk. No, 3 hour walk up and down. നോക്കട്ടെ എങ്ങനെ ഉണ്ടാവുന്ന. ലാസ്റ്റ് ഹൈക്ക് നമ്മള് പോവാൻ പറ്റിയില്ലല്ലോ അധികം. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് ലൈക്ക് 2 hikes on സിംഗിൾ ഡേ. രണ്ടും ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമ്മൾ രണ്ടും ചെയ്യാതിരുന്നത് മോശമല്ലേ ഗൈസ്? സോ യാ, അവിടെ നല്ല വലുതുണ്ടായിരുന്നു. പോരാ, ഇത് പോരാ. കണ്ട പഴമൊക്കെ പറിച്ചോ കഴിച്ചുകൊണ്ട് നടക്കണം അല്ലേ? നല്ല രസമുണ്ട്. എനിക്ക് തന്നില്ല അല്ലേ? അവിടെ നിന്ന് പറിച്ചു തരണം. വേണ്ടടി, കുഴപ്പമില്ലടി, ഞാൻ പോയി പറിച്ചിരുന്നിട്ട് അത് കണ്ടില്ല, ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ഓൾറെഡി തളർന്നു. ഇറ്റ്സ് ലൈക്ക് 5 minutes into the hike. ഞങ്ങൾ ഹൈക്കിംഗ് പീപ്പിൾ അല്ല, but we walk, we won't give up, but
We are not hiking. നല്ല ഭംഗിയുള്ള ട്രെയിൽ ആക്ച്വലി, ലൈക്ക് പച്ചപ്പും ഹരിതാപവും വിത്ത് എ ലോഡ് ഓഫ് ലൈക്ക് ബെറീസ് ആൻഡ് ഓൾ നിയർ ബൈ. ഇവർ തന്നെ കഴിക്കാൻ സമ്മതിക്കുന്നില്ല, അത് വേറെ കാര്യം. ആൻഡ് സീ നൈസ് സ്ട്രീംസ് അറൗണ്ട്. സോ ഭംഗിയുണ്ട്. സീ എങ്ങനെ ഉണ്ടാവുന്നു. വാട്ടർഫോൾസ് അടുത്തെത്താറേ, കാണാം ഇവിടുന്ന്. ഞങ്ങള് വാട്ടർഫോൾസിന്റെ അടുത്തെത്തി. ഞാൻ വാട്ടർഫോൾസ് കാണിച്ചിട്ടില്ല. എൻ്റെ ഇവിടെ സൈഡിൽ സീറ്റ് പിടിച്ചു ഷോയോ. ഞങ്ങൾ തിരിച്ചിറങ്ങി തുടങ്ങി. ഇറങ്ങുന്നല്ല, ബേസിക്കലി നടക്കാനാ. ട്രെയിലായത് ഫുള്ളായിട്ട്. എന്റെ ലോക്ക് പോലെ ഉണ്ട്. ഓക്കെ, സോ ഹൗ വാസ് ഇറ്റ് ചക്കരെ? ഒരു വാട്ടർഫാൾ വന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വരെ എന്തായിരുന്നു അറിയോ, അതായത് നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ വാട്ടർഫാൾ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കാണാൻ വരുന്നത് അതിന്റെ അടിയിൽ പോവാനല്ലേ. പക്ഷെ നമ്മളിപ്പം ഒരുമാതിരി ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടർഫാൾ കണ്ടിട്ട് ദൂരം നിന്ന് കണ്ട് കൊള്ളാന്ന് തിരിച്ചു വന്നു. വെള്ളത്തിൽ ഇറങ്ങി ഒന്നൊരു, പക്ഷെ നമുക്ക് അവിടെ സൈഡില് മറ്റേ സ്ട്രീം ഉണ്ടായിരുന്നോണ്ട് കുറച്ചു നേരം അവിടെ ചെന്നിരുന്നു, വിച്ച് വാസ് റിയലി നൈസ്. പിന്നെ തല വെള്ളത്തിലിട്ടപ്പോഴത്തേനും കുറച്ച് സന്തോഷമായി. അപ്പൊ അതൊക്കെ വെച്ചിട്ട് കൊള്ളാം. ആകെ മൊത്തം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ട്രെയിലും കൊള്ളാം, അത്ര മറ്റേ കല്ലും മുള്ളും നിറഞ്ഞ വഴിയൊന്നുമില്ല. സോ നടക്കാനൊക്കെ പറ്റും. സോ യാ, ദാറ്റ്സ് മൈ റിവ്യൂ. പഴയ വാട്ടർഫോള് മറ്റേ വാട്ടർഫോളിന്റെ ഐഡിയ നമുക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് റിവ്യൂ ഇല്ല. ഇതാണ് റിവ്യൂ. ഞങ്ങള് ഫൈനലി താഴെ എത്തി. പക്ഷേ ഇനിയും 20-30 മിനിറ്റ് നടക്കാനുണ്ട്. ഇനിയും കുറച്ചുകൂടെ നടക്കാനുണ്ട്. ബട്ട് യാ, ഹൈക്ക് ഈസ് കൈൻഡ് ഓഫ് ഓവർ. കാറിന്റെ അടുത്തോട്ട് നമ്മൾ പോണം. സോ അതിനു വേണ്ടി ഞങ്ങള് പോവാണ്. അവിടുന്ന് തിരിച്ച് ഞങ്ങൾ ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ് കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് വാഷ്റൂം ബ്രേക്കിന് വേണ്ടി നിർത്തി ഇവിടെ അടുത്ത്, പെട്രോൾ ബങ്കിന്റെ അടുത്ത്. സോ ഇവിടെ നിൽക്കുക. ലാട്ടെ ഞാൻ ഓർത്തില്ല, ഞാൻ എന്ത് ബോധത്തിലാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എവിടെ പോയാലും നോർമലി ഒരു ഡ്രിങ്കേ മേടിക്കാറുള്ളൂ. കാരണം ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പുറത്തുനിന്ന് ഡ്രിങ്ക് കുടിക്കുന്ന ആൾക്കാരും അല്ല, കുടിച്ചാൽ മേടിച്ച് കുടിച്ച് ഒരു ഗ്ലാസ് മുഴുവൻ തീർക്കുന്ന ആൾക്കാരും അല്ല. സോ വി ജസ്റ്റ് ഷെയർ. കാരണം നമ്മൾ വെറുതെ കാശ് കളയേണ്ട ആവശ്യമില്ലല്ലോ. ബട്ട് മൈ ക്യൂട്ട് സിസ്റ്റർ without my supervision ordered, and she ordered 2 cups of coffee. Let's see how it comes.
ഫുഡ് കഴിക്കാൻ വന്നു. No veg will be started one this. Oh, you did the middle. The piece. Not the fine. ഫുഡ് കൊള്ളായിരുന്നോ? നന്നായിരുന്നോ? നിറയെ ഫുഡ് കഴിച്ചു. നിറയെ കഴിച്ചില്ല, കുറച്ചേ കഴിച്ചോളൂ. പിന്നെ അവസാനം പാനൊക്കെ കിട്ടി. ചായ ഇല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ ചായ ഇടിപ്പിച്ചു. ആക്ച്വലി ഇത് ഞങ്ങളുടെ ഓഫീസിലുള്ള ഒരാളുടെ കട തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് ഡിസ്കൗണ്ടൊക്കെ കിട്ടി. സോ ഇറ്റ് വാസ് ഫൺ. ഓൾമോസ്റ്റ് ഇപ്പം സമയം നല്ല ലേറ്റ് ആവുന്നുണ്ട്. ലെറ്റ് മീ സീ വാട്ട് ഇസ് ദ ടൈം. 11:30. ഇനി ഓൾമോസ്റ്റ് ഒരു 50 minutes ഇനി പോകാനുണ്ട്. അപ്പം ഇനി ഒരു 12-10 ഒക്കെ ആകുമ്പോൾ എത്തുമായിരിക്കും. But it was a fun day.